ഞങ്ങളൊരു ട്രിപ്പ് പോവാന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഓടിയത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്ത് വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ട് വെക്കണം. കാരണം ഇനി ഹോളിഡേയ്സ് ആണ് വേസ്റ്റ് എടുക്കില്ല. അതുകൊണ്ട് വേസ്റ്റ് എല്ലാം കൊണ്ട് പുറത്ത് വെച്ചു. അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ തുണികളൊന്നും അയൺ ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെ പോവാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തു ണ്ട്. പിന്നെ രാവിലെ എണീറ്റ ഉടനെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അലക്കി കഴിഞ്ഞതാണ്. അപ്പോൾ അതും എടുത്തിട്ട് ഞാൻ അച്ഛനെയും മക്കളെയും കൊണ്ട് ഏൽപ്പിച്ചു. അപ്പോഴേക്കും അച്ഛൻ മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ട്ടോ. അങ്ങനെ അച്ഛനും മക്കളും കൂടി ആ തുണിയൊക്കെ അവിടെ ആറിയിടുകയാണ്. അപ്പൊ ഞാൻ ഉണങ്ങിയ തുണികളെല്ലാം കൊണ്ടുപോയി മടക്കി എനിക്ക് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കണം. വീടിങ്ങനെ അലങ്കോലാക്കിയിട്ടിട്ട് പോവാൻ എനിക്കൊരു ഏഹ് ഭയങ്കര വിഷമാണ്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഞാന് ഇവരെ തുണിയൊക്കെ ആറിടാൻ ഇവരെ ഏൽപ്പിച്ചു. ദേ മക്കളൊക്കെ കണ്ട് എന്ത് ഹെൽപ്പിംഗാന്ന് കണ്ടില്ലേ? ഞങ്ങള് ഭയങ്കര ഭാഗ്യാട്ടോ ഇവര് രണ്ടുപേരും എവിടെയെങ്കിലും പോവാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അവര് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോവുകയും കുളിക്കുകയും എല്ലാം ചെയ്യും. ഭയങ്കര ഇഷ്ടാ അവർക്ക്. ദേ മോൻ കണ്ടില്ലേ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. തുണിയൊക്കെ ചുരുട്ടി മടക്കി വെച്ച് തരുന്നുണ്ട്. അവന്റെ വക എല്ലാവിധ ഹെൽപ്പിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ ആള് പെട്ടീന്റെയൊക്കെ ബലം നോക്കുന്നുണ്ട്. പെട്ടിക്കകത്ത് എനിക്കും കൂടി കേറിയിരിക്കാൻ പറ്റുമോന്നൊക്കെയുള്ള ചിന്തയാന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പം ഈ കാണുന്ന ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വെക്കണം. പിന്നെ ആ സമയം കൊണ്ട് മോള് എന്ത് ചെയ്തെന്ന് വെച്ചാല് മോള് കിഡ്സ് റൂമില് ടോയ്സ് ഒക്കെ പെറുക്കി വെക്കാണ്. ഞാൻ അവളോട് ഇങ്ങനെ എല്ലാം വലിച്ചു വാരിയിട്ട് പോവണ്ട നീ അത്യാവശ്യമൊക്കെ എടുത്ത് വെക്കെന്ന് പറഞ്ഞപ്പോൾ ആള് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് ആവശ്യമില്ലാത്ത തുണികളെല്ലാം എടുത്ത് അലമാരക്കകത്ത് തന്നെ എടുത്ത് വെച്ച് അങ്ങനെ ഇനി ഈ പെട്ടിക്കകത്ത് ഞാൻ സ്ഥിരമായിട്ട് ഈ ബ്രഷിന്റെയും ഒക്കെ ബോക്സ് വെക്കാറുണ്ട് ട്ടോ. കാരണം അത് നമ്മള് സ്ഥിരായിട്ട് ട്രാവലിന് മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അങ്ങനെ ഞങ്ങള് 4 ജോഡി ഡ്രസ്സ് നല്ല ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പം നമ്മളെവിടെയും ബുക്ക് ചെയ്തിട്ടില്ല. ഒരു ഹോട്ടലും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പം എവിടെയാണ് നമ്മൾ എത്തുന്നത് വെച്ചാൽ അവിടുന്ന് അതിന് കുറച്ച് മുമ്പായിട്ട് നമ്മള് സെർച്ച് ചെയ്തിട്ട് ബുക്ക് ചെയ്യാന്നാണ് വിചാരിച്ചത്. അപ്പം അവിടെ നിൽക്കുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും എല്ലാം കരുതുന്നുണ്ട്. കാറിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മള് പിശുക്ക് കാണിക്കണ്ടാലോ. അപ്പൊ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതെന്റെ ബ്രഷ് വെക്കുന്നതാണ്. ഇത് ഭയങ്കര യൂസ് ആയിട്ടുള്ള ഒരു കാര്യാട്ടോ. നമ്മള് പൂപ്പലൊന്നും വരില്ല. അപ്പം ചെരുപ്പിടാനുള്ള കവറാണ്. അതുപോലെ തന്നെ ഇത് മോന്റെ പാലുകുപ്പി ബോട്ടിൽ കഴുകാനുള്ള ബ്രഷും അതുപോലെ ലിക്വിഡും ആണ്. പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഓരോ ഹോട്ടലിൽ നിന്ന സമയത്ത് അവിടെയുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്തതാണ്. കാരണം നമ്മള് ഇതില്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉപയോഗിക്കാലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ അവിടെയുള്ള സാധനങ്ങളൊക്കെ പെറുക്കിയതുണ്ട്. അതും കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് എവിടെ കിട്ടാന്ന് അറിയില്ലല്ലോ. പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ മറക്കാണ്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ലോണ്ടറി ബാഗ്. നമ്മള് എനിക്ക് ഒരുപാട് പ്രാവശ്യം പറ്റിയ അബദ്ധമാണ്. നമ്മളെല്ലാം എടുത്ത് വെക്കും. പിന്നെ ഈ ഇട്ടിട്ട് നമ്മൾ അഴിച്ചിടുന്ന ഡ്രസ്സ് എന്തിലിടുന്നുള്ളത് നമുക്ക് അന്നേരം ആകെ നമ്മള് ആലോചിച്ചിരിക്കും. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് ലോണ്ടറി ബാഗ് ഇപ്രാവശ്യം ഞാൻ കരുതുന്നുണ്ട്. 1, 2 കവർ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗാണ്. ഹാൻഡ് ബാഗിലേക്ക് വേണ്ട പേഴ്സ് ഉണ്ട്, മേക്കപ്പ് സാധനങ്ങളുണ്ട്, ഫോണുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറക്കാണ്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെ ടാബ്ലറ്റ്സ്. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മള് വലിയ ആൾക്കാർക്കുള്ള ഡോളോ അതുപോലെ തന്നെ അസിഡിറ്റിക്കുള്ള മരുന്ന് ഗുളിക ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പാരസെറ്റമോൾ കുട്ടികൾക്കുള്ള. നമ്മൾ ഈ രാത്രിയിലായിരിക്കും കുട്ടികൾക്ക് പനിക്കുക. അന്നേരം നമുക്ക് ആകെപ്പാടെ ടെൻഷനാവും. നമുക്ക് ഓടിയിട്ട് എവിടുന്നും മരുന്ന് നമുക്കൊന്നും അറിയാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മുടെ കയ്യിലൊരു പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ ഇച്ചിരി കുറയുമ്പോൾ നമുക്ക് സാവധാനം ആലോചിച്ചിട്ട് ഡോക്ടറെ കാണിക്കാനൊക്കെ പറ്റും. അപ്പൊ മറക്കാണ്ട് നമ്മളൊരു പാരസെറ്റമോൾ കയ്യിൽ വെക്കണം. അങ്ങനെ പാരസെറ്റമോൾ ഉണ്ട്. പിന്നെ മോളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു പൗച്ച് ഉണ്ട്. അതിൽ അവളെ കുറെ ഹെയർ ബാൻഡും അങ്ങനത്തെ കുറെ ആക്സസറീസ് ഉണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് മാറ്റാനുള്ള ഡയപ്പർ ഉണ്ട്. ഒരു ജോഡി ഡ്രസ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ബാഗിലുള്ളത്. അയ്യോ പിന്നെ ഞാൻ നമ്മുടെ സൺസ്ക്രീൻ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു മോയ്സ്ചറൈസർ ഉണ്ട്. അത് കുട്ടികൾക്കുള്ളതാണ്. ഇത്രയും സാധനങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പെട്ടിയിൽ എടുത്തു വെക്കാൻ മറന്നൊരു കാര്യമാണ് ഹെയർ ഡ്രയർ. ഞങ്ങൾ പലപ്പോഴും പല ഹോട്ടലിലും പോയപ്പോഴേ അവിടുത്തെ ഡ്രയർ വർക്ക് ചെയ്യാറില്ല. അപ്പം നമ്മളിപ്പം ഹെയർ ഡ്രൈ ചെയ്യണ വേണം മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ നനഞ്ഞതുണ്ടെങ്കിൽ ഉണക്കാനും കൂടി ഡ്രയർ അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ ഡ്രയറും കൂടി എടുക്കണം. അതും കൂടി എടുത്ത് ഞാൻ ലാപ്ടോപ്പ് ബാഗിലാണ് വെച്ചത്. പെട്ടി അടച്ചു വെച്ചതുകൊണ്ട് ലാപ്ടോപ്പ് ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മോന് കുടിക്കാനുള്ള പാലാണ്. അവന് വണ്ടി കയറിയ ഉടനെ ആള് പാലേ പാലേ എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഒരു കുപ്പി പാലും എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ പാല് കുടിച്ചിട്ടുമില്ല. അതുകൊണ്ട് മോനുള്ള പാലും എടുത്ത് ഞങ്ങളങ്ങനെ ഇറങ്ങുവാണ്. ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം പെട്ടെന്ന് പോവായതുകൊണ്ടേ നമ്മൾ ആ വീഡിയോസ് ഒന്നും ഇല്ല. ഇനി വണ്ടിയിൽ കയറിയിട്ടുള്ള വീഡിയോ ഉള്ളൂ.
അപ്പൊ ഇനി വണ്ടിയിൽ ഇത് ആള് കാർ സീറ്റിൽ ഇരിക്കുന്നുണ്ട്, മോള് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അച്ഛന്റെ കൂടെ കഥയും പാട്ടൊക്കെ പാടിയിട്ട് പോവാന്നുള്ള രീതിക്ക് ആള് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ആളുടെ കയ്യിൽ ഡോളീസ് ഒക്കെ ഉണ്ട്. ഈ വണ്ടി നിറച്ച് സാധനങ്ങളാണ് കേട്ടോ. വണ്ടിയിൽ ഇവർക്ക് കളിക്കാനുള്ള എന്തൊക്കെയോ ഡോളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വെയിലാണെങ്കിൽ മഴയാണെങ്കിലൊക്കെ ഹാറ്റ്, നമ്മൾ തൊപ്പി ഉണ്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട്. എല്ലാവർക്കും 2 ജോഡി ചെരുപ്പുണ്ട്. നമുക്ക് എക്സ്ട്രാ ഒരു ജോഡി ചെരുപ്പും കൂടി വെക്കാറുണ്ട് സ്ഥിരമായിട്ട് വണ്ടിയിൽ. ഈ വണ്ടി ഞങ്ങളുടെ ഒരു മിനി വീടും കൂടിയാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട്. നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിയാൽ ഞങ്ങൾക്ക് പേടിക്കേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ വണ്ടിക്കകത്തുണ്ട്. അങ്ങനെ ഇത്രയും സാധനങ്ങളായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കണ്ടെന്നൊക്കെ അടുത്ത വീഡിയോകളിലൂടെ ഞാൻ കാണിച്ചു തരാം. അതുവരെ ബൈ.